പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തിങ്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിലെ ഒരു കവിതയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പില്ല പില്ല എന്ന കവിതയും അതിനെ തുടർന്ന് വരുന്ന തുടർ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? സഫ്ദർ ഹാഷ്മി എഴുതിയ പില്ല. പില്ല മീൻസ് എന്താ? പില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നായ്ക്കുട്ടി, പപ്പിയാണ് പില്ല എന്ന് പറയുന്നത്. പില്ല. ഈ കവിത എഴുതിയതാരാണ്? സഫ്ദർ ഹാഷ്മി. ഓക്കെ, പില്ല എന്ന വാക്കിൻ്റെ മീനിങ് എന്താ? പപ്പി മീൻസ് നായ്ക്കുട്ടി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ഓരോ പെറ്റ്സ്. ചിലപ്പോൾ അത് കിട്ടണായിരിക്കും, അല്ലെങ്കിൽ അത് പപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ലവ് ബേർഡ്സോ പാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സിൻ്റെ പേര് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് പെറ്റ്സ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ നീതുവിനും ഒരു പെറ്റ്സിനെ കിട്ടി അല്ലേ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളത് പഠിച്ചതാ. അപ്പം നോക്കൂ. നീതു കാ ഥാ പില്ല ഏക്, ബദൻ പേ ഉസ്കെ റുയേം അനേക്, छोटी टांगे लंबी पूंछ, पूरी दाढ़ी काली मूंछ, मक्खी से वह लटता था, खड़े खड़े गिर पड़ता था. എന്താ പറഞ്ഞിരിക്കുന്നത്? നീതു കാഥ പില്ല ഏക്. നീതുവിന് എന്തുണ്ടായിരുന്നു? ഏക് പില്ല. പില്ല പപ്പി, ഏക് ഒന്ന്. നീതു കാഥ പില്ല ഏക്. നീതുവിന് ഒരു പപ്പി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ റുയേം അനേക്. ബദൻ പേ എന്താ? ബദൻ അല്ല ബദൻ പേ എന്ന് വെച്ചാൽ ശരീരത്തിൽ. ഉസ്കെ അവൻ്റെ, രുയേം അനേക്. രുയേം മീൻസ് രോമം. നായ്ക്കുട്ടിയുടെ ദേഹത്ത് നിറയെ രോമങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. രുയേം എന്ന് വെച്ചാൽ രോമം. രുയേം അനേക് ധാരാളം. ആ നായ്ക്കുട്ടിയുടെ ദേഹത്ത്, ശരീരത്തിൽ ധാരാളം രോമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയോ കഴിഞ്ഞില്ല. ഛോട്ടി ഠാങ്കെ ലംബി പൂച്ച്. എന്താ ഛോട്ടി മീൻസ് ചെറിയ. ഠാങ്കേം എന്താ? ഠാങ്കെ മീൻസ് കാലുകൾ. നായ്ക്കുട്ടിയുടെ കാലുകൾ അറിയാലോ. ഛോട്ടി ചെറുത്, കുഞ്ഞു പട്ടിക്കുട്ടിയല്ലേ. അപ്പോൾ ഛോട്ടി ഠാങ്കയും ചെറിയ കാലുകളും, ലംബി പൂഞ്ച്. ലംബി നീളമുള്ള. ലംബി പൂഞ്ച് എന്താ? പൂഞ്ച് മീൻസ് വാല്. നായ്ക്കുട്ടിക്ക് നീളമുള്ള വാലുമുണ്ട്. പിന്നെയോ ഫൂരി ദാഢി കാലി മൂഞ്ച്. ഫൂരി മീൻസ് ഫൂര, തവിട്ട് നിറം, ബ്രൗൺ. ഫൂരി ദാഢി എന്താ? ദാഢി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി രോമങ്ങൾ. ആ താടി. ഫൂരി ദാഢി. എന്ത് നിറമാ? തവിട്ട് നിറത്തിലുള്ള താടി രോമങ്ങളുണ്ട്. പിന്നെയോ കാലി മൂഞ്ച്. കാലി ബ്ലാക്ക്, കറുത്ത. കാല കറുപ്പ്, കാലി കറുത്ത. മൂഞ്ച് എന്താ? മീശ അറിയില്ലേ? കാലി മൂഞ്ച്. പിന്നെയോ മഖി സേ വഹ് ലട്താ ഥാ. ആരോടാ നമ്മുടെ പിള്ളയുടെ ഗുസ്തി? മഖിയുമായിട്ട്. മഖി ഫ്ലൈ, ഈച്ചയുമായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? പൊരുതുന്നത്, യുദ്ധം നടത്തുന്നത് ഈച്ചയുമായിട്ടാ. ഈ യുദ്ധം നടത്തുന്ന സമയത്ത് എന്ത് പറ്റും നോക്കൂ. ഖടേ ഗിർ പട്ടാത. ഇടയ്ക്കിടയ്ക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ പപ്പി, നമ്മുടെ പില്ല ഖടേ എഴുന്നേൽക്കുമ്പോൾ ഗിർ പട്ടാത വീഴുമായിരുന്നു. കുഞ്ഞു പട്ടിക്കുട്ടിയല്ലേ, അത് ഈച്ചയുടെ ഒപ്പം കളിക്കുമ്പോൾ, ആ ഈച്ചയുമായിട്ട് പൊരുതുമ്പോൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ടായിരുന്നു. ഇങ്ങനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇവൻ എന്ത് ചെയ്യുമായിരുന്നു? വീഴുമായിരുന്നു. ഒരിക്കൽ കൂടി നോക്കൂ. നീതു കാഥ പില്ല ഏക്, ബദൻ പേ ഉസ്കെ രുയേം അനേക്, ഛോട്ടി ഠാങ്കേം ലംബി പൂഞ്ച്, ഫൂരി ദാഢി കാലി മൂഞ്ച്, മക്കി സേ വഹ് ലട്താ ഥാ,
खड़े खड़े गिर पड़ता था. പില്ല നാമ കവിത കിസ്നെ ലിഖ? പില്ല എന്ന് പറയുന്ന കവിത ആരാ എഴുതിയത്? സഫ്ദർ ഹാഷ്മി. പറഞ്ഞേ, സഫ്ദർ ഹാഷ്മി. ഓക്കെ. പില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പില്ല പപ്പി, പപ്പി. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഹംഫി ജോഡേം, ഞങ്ങളും ചേർക്കുന്നു. നോക്കൂ, ക്യാ ഖാന പസന്ത് ദാ? നമ്മുടെ ടോമിക്ക്, നമ്മുടെ പിള്ളയ്ക്ക് എന്ത് ഭക്ഷണമാണ് ഇഷ്ടം? ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ത് ഥാ. ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ത് ഥാ. ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു അല്ലേ? ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ത് ഥാ. അടുത്ത ചോദ്യം നോക്കിക്കേ. കിസ്കെ നീച്ചെ സോത്താ ഥാ? കിസ്കെ നീച്ചെ, എന്തിൻ്റെ ചുവട്ടിലാണ് കിടന്നുറങ്ങുന്നത്? അതെ, എന്താ? പങ്കെ കെ നീച്ചെ. പങ്കെ, പങ്കെ ഫാൻ, ഫാനിൻ്റെ ചുവട്ടിൽ. പങ്കെ കെ നീച്ചെ സോത്താ ഥാ. പങ്കെ കെ നീച്ചെ സോത്താ ഥാ. അടുത്ത ചോദ്യം, കിസ്കെ സാത്ത് ഖേൽത്താ ഥാ? കിസ്കെ സാത്ത്, ആരുടെ കൂടെ കളിക്കുന്നു? ആരുടെ കൂടെ? ഇപ്പോൾ ബോളുമായിട്ടാണ് കളിക്കുന്നത് അല്ലേ? ഗേന്ദ്, ഗേന്ദ്. ഗേന്ദ് കെ സാത്ത് ഖേൽത്താ ഥാ. ഗേന്ദ് കെ സാത്ത് ഖേൽത്താ ഥാ. ഗേന്ദ്, ഗേന്ദ് എന്താ? പന്ത്. ഗേന്ദ് കെ സാത്ത് ഖേൽത്താ ഥാ, പന്തുമായിട്ട് കളിക്കുന്നു. ഓക്കെ. അപ്പോൾ ക്യാ ഖാന പസന്ത് ഥാ? ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന പസന്ത് ഥാ. കിസ്കെ നീച്ചെ സോത്താ ഥാ? പങ്കെ കെ നീച്ചെ സോത്താ ഥാ. किसके साथ खेलता था? गेंद के साथ खेलता था. ओके, क्लियर? इनकी मदद से കവിത में पंक्तियां जोड़ें. ഈ മുകളിൽ എഴുതിയ ആൻസർ വെച്ചിട്ട് നമുക്ക് കവിതയെ എന്ത് ചെയ്യാം? വലുതാക്കാം. ഇപ്പോൾ എന്താ? ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാത്താ ഥാ, പങ്കെ കെ നീച്ചെ സോത്താ ഥാ, ഗേന്ദ് കെ സാത്ത് ഖേൽത്താ ഥാ. ഓക്കെ. പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ എന്താ? പങ്ക്തിയാം വരികൾ എന്നാണ്. ഓക്കെ. എനിക്ക് മദ്രസെ കവിതാമേം പങ്ക്തിയാം ജോഡേം, വരികൾ കൂട്ടിച്ചേർക്കാം എന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ മുകളിൽ എഴുതിയ ആൻസർ വെച്ചിട്ട് തന്നെ ആ കവിതയുടെ വരികൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. കവിതയുടെ വരികളുടെ എണ്ണം കൂട്ടി അല്ലേ? അടുത്ത പ്രവർത്തനം നോക്കൂ. പരിചിത ശബ്ദവും പർ ഗോള ലഗായേം. പരിചിതമായ ശബ്ദം നമ്മൾ പഠിച്ച വാക്കുകൾക്ക് ഗോള ലഗായേം. ഗോള സർക്കിൾ, റൗണ്ട്, ഒരു വൃത്തം വരയ്ക്കുക. നോക്കൂ. രാത് കാ സമയ് ഥാ, രാത്രി സമയമായിരുന്നു. നീതു കെ ഹാത്തുമേം കിതാബ് ധി. നീതുവിൻ്റെ ഹാത്ത്, ഹാത്ത് ഹാൻഡ്, കൈ. നീതുവിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കിതാബ് ധി. കിതാബ് ബുക്ക്, ബുക്ക് ഉണ്ടായിരുന്നു. നീതു ഘർ കെ ബാഹർ ധി. നീതു വീട്ടിൻ്റെ പുറത്തായിരുന്നു. ബാഹർ ഔട്ട്സൈഡ്, പുറത്തായിരുന്നു. അമ്മ ചായ് ലേക്കർ ആയി. അമ്മ ചായ്, ചായ് ടീ, ചായ, ചായ് ലേക്കർ ആയി, ചായയും കൊണ്ട് വന്നു. നീതു ഖുഷ് ഹുയി. നീതു എന്തായി? സന്തോഷമായി, സന്തോഷവതിയായിരുന്നു. കോൻ? നീതു, നീതു. ഓക്കെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വേർഡ്സിൽ നമുക്ക് പരിചിതമായ വേർഡ്സ് ഏതാണ് എന്നാ. അപ്പോൾ ഇതിലേതൊക്കെ നമുക്ക് പരിചിതമായിട്ടുണ്ട്? രാത്ത്, ഫസ്റ്റ് ലൈനിൽ രാത്ത് നമ്മൾ പഠിച്ച വേർഡ്. സെക്കൻഡ് ലൈനിലോ കിതാബ്, കിതാബ് നമ്മൾ പഠിച്ചില്ലേ? കിതാബ് അല്ലേ? തേർഡ് ലൈനിലോ, മൂന്നാമത്തെ ലൈനിൽ ബാഹർ, ബാഹർ പുറത്ത്. നാലാമത്തെ ലൈനിൽ ചായ്, ചായ്. അഞ്ചാമത്തെ ലൈനിൽ ഖുഷ്, ഖുഷ് അല്ലേ? എല്ലാ വേർഡ്സും നമ്മൾ പഠിച്ചത് തന്നെയാണ്. എങ്കിലും ആദ്യത്തെ ലൈനിൽ രാത്, സെക്കൻഡ് കിതാബ്, തേർഡ് വൺ ബാഹർ, ഫോർത്തിൽ ചായ്, ഫിഫ്ത്തിൽ ഖുഷ്. ക്ലിയർ? അപ്പോൾ ഈ അടിവരയിട്ട വാക്കുകൾ താഴെ എഴുതണം. ഓക്കെ. പരിചിത ശബ്ദ ലിഖേം, ആ വേർഡ്സ് എന്ത് ചെയ്യണം? എഴുതണം. സമയ്, കിതാബ്, ബാഹർ, ചായ്, ഖുഷ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. പഠേം ഓർ സമച്ചേം, വായിക്കാം, മനസ്സിലാക്കാം. നോക്കൂ, നമ്മുടെ പില്ല
ചില ആക്ഷനുകളിലാണ് ഇരിക്കുന്നത് അല്ലേ. ആദ്യത്തെ പിക്ചറിൽ ഉറങ്ങുകയാണ്, സോത്താ ഹേ, ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഉറങ്ങുകയായിരുന്നു. പില്ല ഖാത്താ ഹേ, പില്ല ആഹാരം കഴിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നു. പില്ല ഖേൽത്താ ഹേ, പില്ല കളിക്കുന്നു. ഖേൽത്താ ഹേ കളിക്കുന്നു. സോത്താ ഹേ ഉറങ്ങുന്നു. ഖാത്താ ഹേ കഴിക്കുന്നു. ഖേൽത്താ ഹേ ഉറങ്ങുന്നു. ഓക്കെ. ചിത്ര ദേഖേം ലിഖേം, ചിത്രം നോക്കിയിട്ട് എഴുതൂ. പില്ല ഡാഷ് ഹേ, പില്ല എന്ത് ചെയ്യുകയാണ്? ബോക്സിൽ തന്നിട്ടുണ്ട് ഖേൽത്ത, ഖാത്ത, സോത്ത. പില്ല എന്ത് ചെയ്യുകയാണ്? ഖേൽത്ത കളിക്കുകയാണോ? അല്ല അല്ലേ. ഖാത്ത കഴിക്കുകയാണോ? അതെ അല്ലേ. അപ്പോൾ അവിടെ എഴുതേണ്ട ആൻസർ ഖാത്ത. പില്ല സോത്ത ഹേ, പില്ല ഉറങ്ങുകയാണോ? നേ അല്ല. അപ്പോൾ ഇവിടെ എഴുതേണ്ട ആൻസർ എന്താണ്? ഖാത്ത. പില്ല ഖാത്ത ഹേ, പില്ല ഖാത്ത ഹേ, പില്ല കഴിക്കുന്നു അല്ലേ. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ച പില്ല എന്ന കവിതയിൽ പഠിച്ച പുതിയ മീനിങ്സ്, പുതിയ പദങ്ങൾ കൂടി നമുക്ക് നോക്കാം. നോക്കൂ. പില്ല, പില്ല മീൻസ് പട്ടിക്കുഞ്ഞ് അല്ലേ, പപ്പി. നെക്സ്റ്റ് ഏക്ക്, ഏക്ക് മീൻസ് ഒന്ന്, വൺ. ബദൻ പേ, ബദൻ പേ ശരീരത്തിൽ, ഓൺ ദ ബോഡി ശരീരത്തിൽ. ഉസ്കെ, ഉസ്കെ അവൻ്റെ, ഹിസ് അവൻ്റെ. രുയേം, രുയേം രോമങ്ങൾ, ഹെയർ. അനേക്, അനേക് അനേകം, മെനി ധാരാളം, മെനി. ഛോട്ടി, ഛോട്ടി ചെറിയ, സ്മോൾ. ഠാങ്കേം, ഠാങ്കേം കാലുകൾ, ലെഗ്സ്. ലംബി, ലംബി നീളമുള്ള, ലോങ് നീളമുള്ള. പൂഞ്ച്, പൂഞ്ച് വാല്, ടെയിൽ, വാൽ, ടെയിൽ. ഫൂരി ബ്രൗൺ തവിട്ടു നിറമുള്ള, തവിട്ടു നിറം, ഫൂരി. ദാടി, ദാടി താടി രോമം, ബിയർഡ്, ബിയർഡ് താടി. കാലി, കാലി കറുത്ത, ബ്ലാക്ക്, ബ്ലാക്ക്. മൂഞ്ച്, മൂഞ്ച് മീശ, മീശ. മഖി ഈച്ച, ഹൗസ് ഫ്ലൈ, ഈച്ച. ലഡ്താധ, ലഡ്താധ യൂസ് ടു ഫൈറ്റ് പൊരുതുമായിരുന്നു. ഖടേ, ഖടേ എഴുന്നേൽക്കുമ്പോൾ, വൈൽ സ്റ്റാൻഡിങ് എഴുന്നേൽക്കുമ്പോൾ. ഗിർ പഡ്താധ, ഗിർ പഡ്താധ വീഴുമായിരുന്നു, യൂസ് ടു ഫാൾ. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.